Eddie Porto, Portumo, El Sedane. എന്തൊരു മനുഷ്യ ഞമ്മളൊക്കെ എന്തിനിങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? ഞമ്മക്ക് പെരുക്കാത്ത് പെരുത്ത് പണിയെടുത്ത് കേട്ടാ. ഞമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ല. നീ ദേഷ്യപ്പെടല്ല പാത്തു. നമ്മക്ക് വേറെ ആരാ കൂട്ടുള്ളത്? അതിനി പറ. എന്ത് മനുഷ്യ പിന്നെ എന്തിനിങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? ഞമ്മക്കീട അന്ന വെറുതെ തിന്നാൽ ഒരു കുഞ്ഞു കോഴി പോലും ഇല്ലാതെ തിരിച്ച് നടന്നാലും ഈ പരക്കാത്ത പണി കുറയില്ല. ഞമ്മ എന്താ വീട്ടു മനുഷ്യ പറ. എന്റെ പാത്തു, നീ ഒന്ന് നമ്മളെ അറയിലേക്ക് വാ. നമുക്ക് പുറം വല്ലാണ്ട് വേദനിക്കണം. കുറച്ചു നേരം തിരുമിത്താം. പിന്നെ നമുക്ക് എപ്പോഴും വീടിനെ കണ്ടോണ്ടിരിക്കണം. നമുക്ക് എപ്പോ തോന്നുമ്പോ അപ്പൊ നീ അറയിലെത്തണം. എന്താണ് ചെയ്താനെ? അതിനാണ് നമ്മള് നിന്നെ തന്നെ കെട്ടിയത്. എന്താ മനസ്സിലായോ? എന്റെ പഠിച്ചോനെ, ഞമ്മളെ എന്ത് കണ്ട് ഈ മനുഷ്യൻ കണക്കായിപ്പോയി. ഞമ്മളെ നിങ്ങൾ കണ്ണുപോക്ക് കാണിച്ച് മയക്കി എത്തിയല്ലേ. അന്ന് ഞമ്മളെ സുന്ദരിയായിരുന്നു. കാലിന് ലേശം നീളക്കുറവുണ്ട് വെച്ച് ഞമ്മടെ സൗന്ദര്യം കുറഞ്ഞില്ലല്ലോ. ഓരോ ദിവസവും ചെക്കന്മാര് ഞമ്മളെ നോക്കി നിൽക്കും. ഇപ്പൊ നോക്ക് വെച്ചാ ഞമ്മള് അവന് കുറ്റമായ പോലെയാക്കിയില്ലേ. ആരാ ഇങ്ങ കെട്ടിയിട്ടാണ് ഞമ്മളെ സൗന്ദര്യം മുഴുവനും പോയത്. എന്റെ പാത്തു, നമ്മൾ പറയുന്നത് കേൾക്ക്. നമുക്ക് നിന്നെ എത്ര സ്നേഹിച്ചാലും മതിയാകില്ല. എന്നിട്ട് നീ മനസ്സിലാകുന്നില്ലല്ലോ. നമ്മള് മുമ്പ് കെട്ടിയ വീടുമാർക്കൊന്നുമില്ലാത്ത സൗന്ദര്യം നിനക്കൊണ്ട്. നമ്മളെ പഞ്ചാരക്കാരല്ല. എന്റെ പഞ്ച ഞമ്മള് എന്തിനാ അറിയില്ല വരുന്നത്? വെറുതെ കാണാനാ. ഇത്രയും കൊല്ലം ഞമ്മളർക്കത്ത് വന്നിട്ട് എന്താ കാര്യം? ഒരു കുഞ്ഞിക്കടി ഞമ്മക്ക് തന്ന ആ സങ്കടം എത്രയാണെന്ന് പറയാൻ പറ്റുമോ? നിൽക്കും ആർക്കാത്ത വിളിക്ക്. എന്തിന് ഒന്നിനും കൊള്ളാത്ത. എന്താണീ നമുക്കൊരു കുറവ്? സുന്ദരനല്ലേ, ഇഷ്ടം പോലെ കായുണ്ട്. പിന്നെ ഒരു കാല് കുറച്ചൊരു ചെറുതായത്. എന്ത് കുറവാണി? എന്റെ പഠിച്ചോനെ, ഞമ്മടെ ബാല്യത്തില് തറച്ചക്കന്മാറി ഞമ്മളെ നോക്കി കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെങ്കില് അന്ന് ഞമ്മള് വെള്ളമൊക്കെങ്കില് ഞമ്മടെ ബാബാനെ പൊളിച്ചിട്ടാ. ഇത്രയും കൊല്ലം ഞമ്മള് ഒന്നിച്ച് എന്നിട്ട് ഇതുവരെ ഒരു കടൽ പറത്തി കൂട്ടാം. എന്തായാലും ഞമ്മക്ക് വേറെ പറ്റണം. അല്ല കൊഞ്ചുടങ്ങി ഞമ്മളെ പറ്റണം. എന്താ ഇവിടെ തടസ്സം ആരുടെന്നെ എന്നിട്ട് പാർക്കാത്ത വരണം പോയി ഞമ്മള് വരിക്കാം. അന്റെ പാർത്തു, നിന്നെ നമ്മളെ അറയിലേക്ക് വെറുതെ വിളിച്ചത് ബഷറിന്റെ ഗുളിക എടുത്തു തരാനാണ്. അയ്യോ എന്റെ റബ്ബേ, ഞമ്മള് വെറുതെ
ഇപ്പൊ നിങ്ങള് വീടിനെങ്കിൽ എന്തെങ്കിലും പറ്റിയില്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഞമ്മള് തനിച്ചായി പോകില്ലെന്നു അടച്ചോ കാത്തു. ഞമ്മക്കാരും വേണ്ടപ്പ, നിങ്ങള് മാത്രം മതി. ഞമ്മക്ക് ഞമ്മടെ നിധിയല്ലേ നീ.